ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾക്ക് നാളെ തുടക്കം. ആറാട്ടിനൊരുങ്ങി ശബരിമല സന്നിധാനം. പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 9ാം ദിനമായ ഇന്ന് രാത്രി പള്ളിവേട്ട. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും UAE പ്രതിരോധ സേന തകർത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിലും ഇന്ത്യ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വാവ് താര ജില്ലയിലെ നാനിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതം രാജ്യത്തെ പൗരന്മാരെ ബാധിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. बीते कुछ समय से आप देख रहे हैं दुनिया के कई देश युद्ध, अशांति और अस्थिरता से घिरे हैं. वेस्ट एशिया में जो हालत बने हुई है उनका असर पूरी दुनिया पर है. ऊर्जा जरूरतों की डीजल, पेट्रोल और गैस की दिक्कत पूरी दुनिया में बढ़ गई है. ऐसे संकट में भी भारत ने हालातों को नियंत्रण में बनाए रखा है. വടക്കൻ ഗുജറാത്തിലെ ദീസയിൽ തുറന്ന വ്യോമത്താവളം പശ്ചിമ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളുടെയും UAE പ്രതിരോധ സേന വിജയകരമായി തകർത്തു. ഇന്ന് നടന്ന ആക്രമണത്തിൽ 8 ബാലിസ്റ്റിക് മിസൈലുകൾ, 4 ക്രൂയിസ് മിസൈലുകൾ, 36 ഡ്രോണുകൾ എന്നിവയാണ് വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വച്ച് തന്നെ നശിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും അധികൃതർ അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിൽ വരും ദിവസങ്ങൾ നിർണായകമാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്. ഒരു മാസത്തിലേറെയായി തുടരുന്ന US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾക്കിടയിലും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ശക്തമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതുവരെ 11,000-ലധികം ഇറാനിയൻ ലക്ഷ്യങ്ങൾ തകർത്തതായി US ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. LDFന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. NDAയ്ക്ക് വേണ്ടി ഖുഷ്ബു സുന്ദർ കോഴിക്കോടും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആറ്റിങ്ങലിലും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കണ്ണൂരിലെത്തി. കോഴിക്കോടും അദ്ദേഹം ഇന്ന് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇന്ന് കോട്ടയത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഫയർഫോഴ്സ്, എക്സൈസ്, KECB, KSRTC, വാട്ടർ അതോറിറ്റി, റെയിൽവേ, BSNL, മാധ്യമങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്ത വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഏപ്രിൽ 6 വരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാർക്ക് യൂബറിൽ സൗജന്യ യാത്രയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരുവനന്തപുരത്തും എറണാകുളത്തും യൂബറുമായി സഹകരിച്ചാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ടർമാർക്കായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക പദ്ധതി. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 14 വരെയാണ് ഫെയറുകൾ. സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകളാണ് ഈസ്റ്റർ വിഷു ഫെയറുകളായി മാറുന്നത്. വിഷു കൈനീട്ടം, 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് എന്നിവ സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട്. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് നാളെ മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപ്പാക്കുക. രാജ്യത്തെ 16ാമത് സെൻസസും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസുമാണിത്. ഡിജിറ്റൽ രീതിയിലായിരിക്കും സെൻസസ് നടപ്പാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും നിയന്ത്രണമുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കൽ ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഘട്ടം ഘട്ടമായാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുക.
വൈദ്യുതി ഉൽപ്പാദനത്തിനായി പൊന്മുടി ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊച്ചി മുസിരിസ് ബിനാലെയുടെ 6ാം പതിപ്പിന് സമാപനം. ഫോർട്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ക്യൂറേറ്റർ നിഖിൽ ചോപ്ര ബിനാലെയുടെ കൊടിയിറക്കി. ആറാട്ടിനൊരുങ്ങി ശബരിമല സന്നിധാനം. പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 9ാം ദിനമായ ഇന്ന് രാത്രി പള്ളിവേട്ട നടക്കും. നാളെ ശബരീശന് പമ്പയിൽ ആറാട്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 9ാം ദിനമായ ഇന്ന് ശ്രീഭൂതബലിക്ക് ശേഷം പള്ളിവേട്ട നടക്കും. നാളെ 9-ന് ശേഷം സന്നിധാനത്ത് നിന്ന് ആറാട്ടിനായി ഘോഷയാത്രാ സംഘം പമ്പയിലേക്ക് തിരിക്കും. രാവിലെ 11ഓടെ തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് ദേവനെ പമ്പ ഗണപതി കോവിലിലേക്ക് എഴുന്നള്ളിച്ചിരുത്തും. ഈ സമയം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തർക്ക് പറ വഴിപാട് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. വൈകിട്ട് 4-ന് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിക്കുന്ന ഘോഷയാത്ര സന്നിധാനത്തെത്തിയ ശേഷം ഉത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറക്ക് നടക്കും. ഉത്സവ പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടയ്ക്കും. ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതുമായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നൽകുന്ന ഹെൽത്ത് കാർഡുകൾ മതിയായ പരിശോധനകളില്ലാതെ നൽകുന്ന ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 396 ബൂത്തുകളെയും ഹരിത ബൂത്ത് ആക്കുന്നതിനായി കോർപ്പറേഷനിൽ ഹെൽത്ത് വിഭാഗം ജീവനക്കാരുടെ യോഗം ചേർന്നു. ഇതിനായി ഓരോ പോളിംഗ് ബൂത്തിലും ഹരിത കർമ്മ സേനാംഗത്തിനെ ചുമതലപ്പെടുത്തും. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിന് നാളെ തുടക്കമാകും. കൗണ്ട് ഡൗൺ പുരോഗമിക്കുന്നു. 4 ബഹിരാകാശ സഞ്ചാരികളുമായാണ് SLS റോക്കറ്റ് കുതിച്ചുയരുന്നത്. 10 ദിവസം നീളുന്ന ഈ ദൗത്യത്തിൽ സഞ്ചാരികൾ ചന്ദ്രനെ ഭ്രമണം ചെയ്ത് തിരികെ ഭൂമിയിലെത്തും. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നു. നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി പുറത്തുവിട്ട പട്ടിക പ്രകാരം 27 കുടുംബാംഗങ്ങൾക്ക് നിലവിൽ നിയമനം ലഭിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഫെഡറൽ ഗവൺമെന്റ് നേരത്തെ 15 ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആശ്രിതർക്ക് ജോലി നൽകിക്കൊണ്ടുള്ള സർക്കാർ നടപടി. ഭീകരാക്രമണ കേസുകളിൽ കുറ്റക്കാരാകുന്ന പലസ്തീനികൾക്ക് വധശിക്ഷ നൽകാനുള്ള വിവാദ നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നവർക്ക് സൈനിക കോടതികൾ വഴി വധശിക്ഷ നടപ്പിലാക്കാൻ പുതിയ നിയമം അനുശാസിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിൽ വരും. തെക്കൻ ലെബനിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. കടുത്ത ഏറ്റുമുട്ടലിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 UN സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭയുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വ്യോമസേനയ്ക്കായി 2 മൗണ്ടൻ റഡാറുകൾ വാങ്ങാനുള്ള 1950 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവച്ചു. ഇത് ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് കൂടുതൽ കരുത്തേകുമെന്ന് മന്ത്രാലയം പറഞ്ഞു. രാജ്യവ്യാപകമായി പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. മാർച്ച് മാസത്തിൽ മാത്രം 3 ലക്ഷത്തിലധികം പുതിയ കണക്ഷനുകൾ നൽകിയതായും പ്രതിദിനം ശരാശരി 50 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ മതിയായ സ്റ്റോക്കുണ്ടെന്നും തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും സർക്കാർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് തുറമുഖ കപ്പൽ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 959 നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ഫെബ്രുവരി 28-ന് ശേഷം 5.72 ലക്ഷം ഇന്ത്യക്കാർ വിദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിന് നാളെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ തുടക്കമാകും. മത്സരങ്ങൾ ഏപ്രിൽ 12 വരെ നീണ്ടുനിൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾക്ക് നാളെ തുടക്കം. ആറാട്ടിനൊരുങ്ങി ശബരിമല സന്നിധാനം. പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 9ാം ദിവസമായ ഇന്ന് രാത്രി പള്ളിവേട്ട. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും UAE പ്രതിരോധ സേന തകർത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.